ഇപ്പോൾ തനേഷ് തമ്പി കൂടി ചേരുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്നും. തനേഷ്, ഈ പരിക്കേറ്റവരുടെ, മരിച്ചതിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകളുടെയൊക്കെ പ്രായവും ഒക്കെ പരിശോധിക്കുമ്പോൾ പലരും 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. അപ്പോൾ ഈ പ്രായത്തിലും പറ്റാവുന്ന നിലയിൽ ചെറിയ ജോലിയൊക്കെ ചെയ്ത് ചെറിയ വരുമാനമൊക്കെ സ്വയം കണ്ടെത്തുന്ന ആളുകളായിരുന്നു അവർ എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. വളരെ സാധാരണക്കാരായ ആളുകളാണ്. സാധാരണക്കാർ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ഒരു ഗ്രാമമാണ്. അവിടെയാണ് 3 ദിവസത്തിനപ്പുറം വലിയൊരു ആഘോഷത്തിലേക്ക് പോകേണ്ടിയിരുന്ന ഒരു നാട് ഇന്നൊന്നാകെ ഈ നിലയിൽ വലിയൊരു ദുഃഖത്തിലേക്ക്, ഞെട്ടലിലേക്ക് ആണ്ടുപോകുന്ന കാഴ്ച കൂടി കാണുന്നതല്ലേ. ഏറ്റവും പ്രധാനം, എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നതിൽ പോലും ഒരു വ്യക്തത ഈ സമയത്തും വരുത്താനാകുന്നില്ല എന്നതുകൂടിയാണ്. അസിത, ഉച്ചയ്ക്ക് 40 പേർക്കുള്ള ഭക്ഷണമാണ് ഈ ഒരു വെടിക്കെട്ട് പുരയിലേക്ക് കൊണ്ടുവന്നത്. അതായത് 40 പേർ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പക്ഷേ അവരെല്ലാവരും ആ സമയത്ത് ഈ വെടിക്കെട്ട് അപകടമുണ്ടാകുമ്പോൾ ഒന്നിച്ച് ഈ അപകടത്തിൽ പെട്ടു എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം ഇത് ഒറ്റയടിക്ക് പൊട്ടിത്തെറിക്കുകയല്ലായിരുന്നു, പല ഇടങ്ങളിലായിട്ടാണ് ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു വശത്ത് ഈ പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ തന്നെ മറുവശത്തുണ്ടായിരുന്ന ആളുകൾക്ക് കൂടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറാനോ ഒക്കെയുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 30ഓളം പേരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിലാണ് 13 പേർ മരിച്ചു എന്നുള്ളത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നത്. 10 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നത്. നമുക്കറിയാം, ഇതൊരു തുരുത്താണ്. നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കാണുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാവും. ചുറ്റിലും പാടശേഖരമാണ്. ആ പാടശേഖരത്തിന് നടുവിലുള്ള ഒരു തുരുത്ത് പോലത്തെ ഒരു പ്രദേശത്താണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മേഖലയിലാണ് മണ്ണിട്ട് ഉയർത്തിയ ഒരു പ്രദേശം. അവിടെയാണ് ഈ ഒരു 5ഓളം ഷെഡുകൾ ഉണ്ടായിരുന്നത്. ഇവിടെ കാലങ്ങളായി ഇവിടെ തന്നെയാണ് ഈ തിരുവമ്പാടിയുടെ ഈ പടക്ക നിർമ്മാണം. കാരണം അത് വളരെ ആവേശത്തോടെ തൃശ്ശൂർക്കാർ ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. അതിന്റെ സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയുമ്പോഴും അത്രത്തോളം പ്രാധാന്യത്തോടെയും ആവേശത്തോടെയും തൃശ്ശൂർക്കാർ കാത്തിരിക്കുന്നതാണ്. അതിന്റെ ആവേശം ഇവിടുത്തെ തൊഴിലാളികൾക്കും ഉണ്ടായിരുന്നു. രാവിലെ നമ്മളടക്കമുള്ള മാധ്യമങ്ങളൊക്കെ ഇവിടെ എത്തുകയും ഇവരുടെ കഥകൾ, അതായത് ഈ പടക്ക നിർമ്മാണവും അതിന്റെ ആവേശവും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിലൊക്കെ അവരും ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നത്. എന്തായാലും അതിനുശേഷം വളരെ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നു. അത് 3:20 വലിയ സ്ഫോടനം ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചുറ്റും പാടശേഖരമായതുകൊണ്ട് അതിൻ്റെ വ്യാപ്തി തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് എത്തിയില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. കാരണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ചുറ്റിലുമുള്ളത്. പക്ഷേ ഈ പാടം ഈ വീടുകൾക്കും ഈ ഒരു ഷെഡിനും ഇടയിൽ ഒരു ദൂരം തീർക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തീപ്പൊരിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അപകട സാധ്യതയോ അങ്ങോട്ടേക്ക് എത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ വീടുകളുടെ ചില്ലുകളും ഓടുകളും ഒക്കെ തകരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പലതരത്തിലുള്ള അപകടങ്ങൾ, അതായത് സാധനങ്ങൾ മറിഞ്ഞു വീണുമൊക്കെ അപകടമുണ്ടായി. പല വീടുകളിലും നേരത്തെ സുഹൈലൊക്കെ പോയി വീടുകളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രക്തക്കറകൾ കണ്ടിരുന്നു. കുട്ടികൾക്കടക്കം പരിക്ക് പറ്റിയ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സ്ഫോടനത്തിൻ്റെ മറ്റൊരു തരത്തിലുള്ള വ്യാപ്തി, അതായത് തീ പിടിക്കുക തുടങ്ങിയിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോയില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. എങ്കിലും ഇവിടെ വലിയ അപകടം, സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പ്രദേശം ഇതൊരു മൈതാനം പോലെ കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ 5 ഷെഡുകൾ ഉണ്ടായിരുന്നു. ആ ഷെഡിൽ 40ഓളം തൊഴിലാളികളുണ്ടായിരുന്നു. അവർ പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇവിടെ ഒന്നുമില്ല, ശൂന്യമാണ്. കുറേ മുളക്കുറ്റികൾ കാണാം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഗുണ്ട് പോലത്തെ കാര്യങ്ങളൊക്കെ നിറയ്ക്കുന്ന ചില സാധനങ്ങൾ കാണാം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇവിടെ അവശേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് തന്നെയാണ് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുക. എല്ലാം കത്തിയമർന്നിരിക്കുന്നു. ഒപ്പം തന്നെ കുറച്ച് മനുഷ്യരും അവരുടെ ജീവിതവും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ കത്തിയമർന്നിരിക്കുന്നു. ഏതാണ്ട് 9 മണിയോടുകൂടി തന്നെ തിരച്ചിൽ ഇന്നത്തെ അവസാനിപ്പിച്ചിരുന്നു. കാരണം ഈ രാത്രി വൈകി, അത് ഇരുട്ട് ഒരു തരത്തിൽ ബാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇനി അങ്ങനെ വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിൽ പോലും കൂടുതൽ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴും ജാഗ്രതയോടുകൂടി ഏറ്റവും അവസാനം ഇവിടെയുള്ള ഒരു കുളത്തിലാണ് പരിശോധന നടത്തിയത്. കാരണം ഇത് ഈ പ്രദേശത്തിൻ്റെ തൊട്ടടുത്തുള്ള കുളമാണ്. ഇവിടെ 1-2 പേർ വീഴുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് നടന്നത്. പരിശോധന ഇപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടുണ്ടല്ലോ. ഈ ഉദ്യോഗസ്ഥരൊക്കെ മടങ്ങിപ്പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രാത്രിയായി അത്തരമുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവസാന മണിക്കൂറിലും പരിശോധന നടക്കുമ്പോൾ അവിടെ പൊട്ടിത്തെറികൾ വീണ്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ അത് ഏറെക്കുറെ അവസാനിച്ചത്? അതോ രക്ഷാദൗത്യം അല്ലെങ്കിൽ തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ?
അസിത, ഇന്നത്തെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നാളെ രാവിലെ അത് പുനരാരംഭിക്കും. കാരണം ഏതാണ്ട് എല്ലായിടത്തും പരിശോധനകൾ നടത്തി, കൂടുതലൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഏറ്റവും അവസാനം ഒരു സാധ്യതയുണ്ടായിരുന്നത് ഈ കുളത്തിലായിരുന്നു. പക്ഷേ കുളത്തിലും അങ്ങനെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. നേരത്തെ പൊട്ടിത്തെറികൾ ഇവിടെ തിരച്ചിൽ നടക്കുന്നതിനിടയിൽ തന്നെ ഉണ്ടായിരുന്നു. പടക്കങ്ങളൊക്കെ പൊട്ടുകയും തീപിടിക്കുകയും വലിയ രീതിയിൽ പുക ഒക്കെ വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് 6 മണിയൊക്കെ കഴിയുന്നതോടുകൂടി ആ ഒരു സാഹചര്യത്തിന് മാറ്റമുണ്ടായി. പിന്നീട് അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും തിരച്ചിൽ ഇപ്പോൾ പൂർണ്ണമായും താൽക്കാലികമായിട്ടാണെങ്കിലും നിർത്തിവെച്ചിരിക്കുകയാണ്. നാളെ രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഈ ഒരു പാടശേഖരത്തിൻ്റെ ചുറ്റും, അതായത് ഈ ഒരു തുരുത്തിന് ചുറ്റുമുള്ള എല്ലാ മേഖലകളിലും പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. കാരണം ശരീരഭാഗങ്ങളടക്കം ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നുള്ള ഒരു സൂചനയിൽ അത്തരത്തിൽ പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളോ മറ്റോ വരികയോ അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിലാണ് അത്തരത്തിലുള്ളൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചുറ്റിലും പോലീസാണ്. മാത്രമല്ല നാളെ രാവിലെ തന്നെ തിരച്ചിൽ പുനരാരംഭിച്ച് അങ്ങനെ എന്തെങ്കിലും ഇനി അവശേഷിക്കുന്നുണ്ടെന്ന് സംബന്ധിച്ചിട്ടുള്ള തിരച്ചിൽ നടക്കുകയും ചെയ്യും. എന്തായാലും വലിയ ദാരുണമായ ഒരു സംഭവം തൃശ്ശൂർ ജില്ലയെ, തൃശ്ശൂർ പൂരപ്രേമികളെയും ഒക്കെ ദുഃഖത്തിലാഴ്ത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ 13 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്, അതും നേരത്തെ അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സാധാരണക്കാരായ തൊഴിലാളികളാണ്. അവർ തൊഴിൽ, അതിനോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരത്തോടുള്ള സ്നേഹം, ഈ വെടിക്കെട്ടിനോടുള്ള സ്നേഹം, അതൊക്കെ അവർ രാവിലെ പ്രകടിപ്പിച്ചതാണ്. അവർ പാട്ടുപാടിയതാണ്. അവർ വളരെ സന്തോഷത്തോടുകൂടി ഇവിടെ മാധ്യമപ്രവർത്തകരെയൊക്കെ സ്വീകരിച്ചതാണ്. അവർ പെട്ടെന്ന് ഒരു പൊടുന്നനെ ഒരു നിമിഷം കൊണ്ട് അതിൽ കുറേ പേർ ഇല്ലാതായി പോകുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു നടുക്കത്തിലാണ് ഈ നാട് ഉള്ളത് എന്ന് പറയാം. ഒരു ചെറിയ ഗ്രാമമാണ്, ജനസാന്ദ്രതയേറിയ പ്രദേശമാണ് ചുറ്റിലുമുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഈ പാടം ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അപകടത്തിൻ്റെ വ്യാപ്തി ഇനിയും നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതിനുമൊക്കെ അപ്പുറമാകുമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇവിടെ ആ തിരച്ചിലൊക്കെ അവസാനിച്ച് ആളുകൾ ഒക്കെ വളരെ കുറച്ച് പേരുള്ളൂ, മാധ്യമപ്രവർത്തകരും അതുപോലെ തന്നെ പോലീസുകാരും പിന്നെ ഈ ഒരു അപകട സ്ഥലം സന്ദർശിക്കാൻ എത്തുന്ന കുറച്ച് നാട്ടുകാരും എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ ആരും തന്നെയില്ല. പോലീസിൻ്റെ കനത്ത നിരീക്ഷണത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളോ മറ്റോ വന്ന് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തായാലും നാളെ ഈ തിരച്ചിൽ പുനരാരംഭിക്കും. എന്തെങ്കിലും സാധ്യത, എന്തെങ്കിലും ഇനി ആരെങ്കിലും കണ്ടെത്താനൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നേരത്തെ പോലീസുകാരുമായി സംസാരിച്ചപ്പോൾ, ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഈ 40 പേരോളം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കുറച്ച് പേരെങ്കിലും ഇവിടെ നിന്ന് പോയിട്ടുണ്ടാകും. അതിൽ ചിലരൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നു കഴിഞ്ഞു, അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇനി കൂടുതൽ ആരെങ്കിലും, പ്രത്യേകിച്ച് എടപ്പാളിൽ നിന്നുള്ള ആളുകൾ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി കണ്ടെത്തി എത്ര പേരുണ്ടായിരുന്നു എന്ന് കൃത്യമായി തിട്ടപ്പെടുത്തി അതിൽ ഒരു വ്യക്തത വരുത്തണം. അത് എന്തായാലും നാളെ ആയിരിക്കും അക്കാര്യങ്ങളിലൊക്കെ ഒരു അന്തിമ തീരുമാനം അല്ലെങ്കിൽ അന്തിമ കണക്ക് എടുക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് പറയാൻ കഴിയുക. ശരി തനേഷ്, എന്തായാലും ഇനിയൊരു മനുഷ്യനെ കൂടി, ഒരു മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ കൂടി അവിടെ നിന്ന് കണ്ടെത്തരുതേ എന്നൊരു പ്രത്യാശ കൂടി ഉണ്ട് നമുക്ക് ഈ മണിക്കൂറിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.